ഹായ്, മിസ് ബയോകെമിസ്ട്രിയിലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് വൈറസ്. അപ്പോൾ നമുക്ക് എന്താണ് വൈറസ് എന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് വൈറസ് എന്ന് നോക്കാം. സ്റ്റഡി ഓഫ് വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറോളജി. അപ്പോൾ ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് വൈറസസ് ഈസ് കോൾഡ് വൈറോളജി. അതുപോലെ തന്നെ വൈറസ് എന്ന ടേം ഫസ്റ്റ് കോയിൻ ചെയ്ത് കൊണ്ടുവന്നത് ലൂയിസ് പാസ്റ്ററാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത വൈറസ് എന്ന് പറയുന്നത് ടൊബാക്കോ മൊസാക്ക് വൈറസ് ആണ്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഇവാനോവ്സ്കിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ലൂയിസ് പാസ്റ്ററാണ് വൈറസ് എന്ന ടേം കൊണ്ടുവന്നത്. അതുപോലെ ടൊബാക്കോ മൊസാക്ക് വൈറസ് ആണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത വൈറസ്. അത് കണ്ടുപിടിച്ചത് ഇവാനോവ്സ്കിയാണ്. നെക്സ്റ്റ് എന്താണ് വൈറസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒരിക്കലും ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോൺ ലിവിങ് ആണ്. ഇതൊരു ഹോസ്റ്റിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് ഇത് ലിവിങ് ആയിട്ട് മാറുന്നത്, അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ആവുന്നത്. അപ്പോൾ നാച്ചുറലി ഫ്രീ ആയിട്ട് ഒരിക്കലും കാണപ്പെടാറില്ല വൈറസ് എന്ന് പറയുന്നത്. ഇതൊരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. പറഞ്ഞൊരു ഹോസ്റ്റിൽ എൻ്റർ ചെയ്താൽ മാത്രമേ ഇതിന് ആക്റ്റീവ് ആവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് വിസിബിൾ അല്ല. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ഇത് വിസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി മെയിൻ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചാണ് നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ വൈറസസിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് ഏതർ DNA ആവാം RNA ആവാം. അപ്പോൾ DNA വൈറസസും ഉണ്ട്, RNA വൈറസസും ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്ട്രാൻഡഡ് DNA വൈറസസ് എന്നും വിളിക്കാം, ഡബിൾ സ്ട്രാൻഡഡ് RNAs എന്നും വിളിക്കാം. അതായത് സിംഗിൾ സ്ട്രാൻഡും ഉണ്ട്, ഡബിൾ സ്ട്രാൻഡും ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ അതാണ് വരുന്നത്. അതുപോലെ ഒരു വൈറസ് പാർട്ടിക്കിളിൻ്റെ സിംഗിൾ വൈറസ് പാർട്ടിക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് വിറിയോൺ. സിംഗിൾ വൈറസ് പാർട്ടിക്കിൾ. ഇതിന് ഫങ്ഷണൽ അനാട്ടമി ഇല്ല. അതാണ് സിംഗിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ മാസ്റ്റർ ആൻഡ് സ്ലാവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വൈറസ് ഒരു ഹോസ്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ഹോസ്റ്റിൻ്റെ ഫുൾ മെഷീനറി വൈറസ് ക്യാപ്ചർ ചെയ്തിട്ടായിരിക്കും ആ ഒരു ഹോസ്റ്റിനെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാസ്റ്റർ ആൻഡ് സ്ലേവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ വൈറസിന് ഒരു ഔട്ടർ ക്യാപ്സിഡ് ഉണ്ട്. ആ ക്യാപ്സിഡ് എന്ന് പറയുന്നത് പ്രോട്ടീനീഷ്യസും ഹാംലെസ്സും ആയിട്ടുള്ളതാണ്. ഹാംലെസ് മനസ്സിലായോ? അപ്പോൾ ഇവരാണ് നമ്മുടെ സെല്ലുലാർ സ്പെസിഫിസിറ്റി, വൈറസസിനുള്ള സെല്ലുലാർ സ്പെസിഫിസിറ്റി കൊടുക്കുന്നത് ഈ ഔട്ടർ ക്യാപ്സിഡാണ്. അതായത് ഇപ്പം ഏത് സെല്ലെടുത്താലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണെങ്കിൽ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണും. അതുപോലെ വൈറസസിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് അറിയാൻ പറ്റുന്നത് ഇത് പുറത്തുള്ള പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഔട്ടർ ക്യാപ്സിഡാണ്. വൈറസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിസീസ് നല്ല ക്വിക്ക്ലി സ്പ്രെഡ് ആവുന്ന ഒരു സംഭവമാണ് ഈ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്, സ്പ്രെഡ് ക്വിക്ക്ലി. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വൈറസസ് ഒരു 56 to 69 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഇനർട്ടായിരിക്കും. അതായത് ഏതൊരു മൈക്രോ ഓർഗാനിസത്തിനും അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ കാണും, അതിന് ആക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കാനുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ മോസ്റ്റ് വൈറസസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 56 to 69 ഡിഗ്രി സെൽഷ്യസ് ഇത് ഇനേർട്ടായിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും കാണപ്പെടുക. അതുപോലെ വൈറസസ് ഹെപ്ലോയിഡ്, ഡിപ്ലോയിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹെപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഹാഫാണ്, N ആണ്. ഡിപ്ലോയിഡ് ആണ് 2N. നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഒരു വൈറസസ് ആൻറ്റിബയോട്ടിക്കിനകത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് വൈറസസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് റെപ്ലിക്കേഷന് പറ്റും. അതായത് ഇപ്പോൾ അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴല്ല റെപ്ലിക്കേഷൻ, ഒരു ഹോസ്റ്റിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അവർ റാപ്പിഡായിട്ട് റെപ്ലിക്കേഷൻ നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും. ഒന്നുകിൽ അത് ഹോസ്റ്റിലുള്ള ജീനോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് അതിന് പ്രസൻ്റ് ആണ്, ഇൻ്റഗ്രേസ് പോലുള്ള എൻസൈംസ്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് മെഷീനറി ഏറ്റെടുത്തുകൊണ്ടുള്ള റെപ്ലിക്കേഷൻ. അതുപോലെ ഈ വൈറസസിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു pH ആണ് 5 to 9 എന്ന് പറയുന്ന pH. നെക്സ്റ്റ് ഇപ്പോൾ ഒരു ഈഥൈൽ ആൽക്കഹോളോ അസറ്റോണോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൈറസിനെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈഥൈൽ ആൽക്കഹോൾ അതിൻ്റെ അസറ്റോൺ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വൈറസസിനെ ക്രിസ്റ്റലൈൻ ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പോയിൻ്റാണ് വൈറസസ് ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. അതുപോലെ നമുക്ക് വൈറസസിന് സെൽ വോൾ ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, പ്രോട്ടോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ലാക്ക് ചെയ്യുന്ന ഒരു ഓർഗാനിസം. അടുത്ത് നാം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് വൈറസ് ആണ്. അതിൻ്റെ കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്.
ഒരു വൈറസ് എന്ന് പറയുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വൈറസ് അതിൻ്റെ സ്ട്രക്ചർ വേരി ചെയ്തിട്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു DNA RNA പോലത്തെ ജീനോംസ് ഉണ്ട് അതിനകത്ത് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കവറിങ് ഒക്കെ വേണം. അപ്പോൾ ഒരു വൈറസ് എന്ന് പറയുമ്പോൾ അതിന് ക്യാപ്സിഡ് പ്രസൻ്റ് ആണ്, ജീനോം പ്രസൻ്റ് ആണ്, എൻവലപ്പ് പ്രസൻ്റ് ആണ്, റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ്, പിന്നെ സ്പൈക്സ് പോലത്തുള്ള സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്, പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻസ്, അങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്യാപ്സിഡ് എന്ന് നോക്കാം. ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ഒരു വൈറസ് പാർട്ടിക്കിൾസിനകത്ത് ഒരു ജനറ്റിക് മെറ്റീരിയലാണ് DNA ഓർ RNA എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ കോട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ക്യാപ്സ്യൂൾ പോലെയുള്ള സംഭവമാണ് ക്യാപ്സിഡ് എന്ന് പറയുന്ന പേര്. ഈ ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സിലുണ്ട്. ഒരു ഹൊറിസോണ്ടൽ ഷേപ്പ്, പെൻറ്റഗൺ ഷേപ്പിൽ, അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സിൽ ഈ ക്യാപ്സിഡ് പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജീനോം. ജീനോം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ജനറ്റിക് മെറ്റീരിയൽ DNA or RNA. അപ്പോൾ ഈ ക്യാപ്സിഡ് ഫോം ചെയ്തിട്ടുള്ളത് പ്രോട്ടീൻസ് കൊണ്ടാണ്. ഈ പ്രോട്ടീൻസ് എൻകോഡ് ചെയ്യുന്നത് വൈറൽ ജീൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോട്ടീൻസ് ആയാലും എൻകോഡ് ചെയ്യാൻ ഒരു ജീൻ വേണം. അപ്പോൾ വൈറസിൻ്റെ ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോട്ടീൻസ് ആയതുകൊണ്ട് അതിനെ എൻകോഡ് ചെയ്യുന്നത് വൈറൽ ജീൻസ് ആണ്. അത് അവരുടെ തന്നെ ജീനോംസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എൻവലപ്പ്. ഈ സം വൈറസ്, അതായത് മോസ്റ്റ് ഓഫ് ദ വൈറസ് ഹാവ് എൻ എൻവലപ്പ്. അതിനൊരു എൻവലപ്പ് ഉണ്ട്. അത് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള എൻവലപ്പാണ്. പേര് പോലെ തന്നെ അതിനൊന്ന് കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് എൻവലപ്പ് എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ എൻവലപ്പ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഒരു വൈറസ് ഏത് ഹോസ്റ്റിലാണോ എൻ്റർ ആവുന്നത്, അപ്പോൾ അവിടെ ആ സെല്ലിൻ്റെ ഫുൾ മെഷീനറി അവർ ക്യാപ്ചർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെൽ മെംബ്രെയിൻ, ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ കൊണ്ടാണ് ഇവരുടെ എൻവലപ്പ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എൻവലപ്പ് ക്യാപ്സിഡ് മൊത്തത്തിൽ ക്യാപ്സിഡ് എന്ന സ്ട്രക്ചറിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഹോസ്റ്റാണ്. ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ എൻവലപ്പാണ്. നെക്സ്റ്റ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് റിസപ്റ്റേഴ്സാണ്. ഇതിൻ്റെ സർഫസിലുള്ള ഈ റിസപ്റ്റേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസപ്റ്റേഴ്സ് പൊതുവെ ബൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ഹോസ്റ്റ് സെൽ എൻ്റർ ആയിട്ട് ആ ഹോസ്റ്റ് സെല്ലിൽ ബൈൻഡ് ചെയ്യാനും ഈസി ആയിട്ട് ആ സെല്ലിനെ അറ്റാക്ക് ചെയ്യാനും അതിനുള്ളിലോട്ട് എൻ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ റിസപ്റ്റേഴ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സ്പൈക്സ്. സ്പൈക്സ് ഇതിൻ്റെ സർഫസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു സെല്ലിനെ എന്തായാലും അറ്റാക്ക് ചെയ്യാനായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ സ്പൈക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ സെല്ലിനെ അവർ ഡിസ്ട്രോയ് ചെയ്യുന്നതും എൻ്റർ ആക്കുന്നതും. നെക്സ്റ്റ് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് കുറച്ച് വൈറസസിൻ്റെ പിക്ചേഴ്സാണ്. ഫസ്റ്റിൽ സിക്ക വൈറസ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ് കുറച്ച് ന്യൂസൊക്കെ. നെക്സ്റ്റ് പോളിയോ വൈറസ്, ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്, ബാക്ടീരിയോഫേജ് ടൈപ്പ് വൈറസ് ആണ്. നെക്സ്റ്റ് തൊട്ടടുത്തുള്ള പിക്ചറിൽ ബാക്ടീരിയോഫേജ് സെൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒറിജിനൽ മൈക്രോസ്കോപ്പിക് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്ടീരിയോഫേജ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായിരുന്നു. ഹെഡ് പോർഷൻ ഉണ്ട്, നെക്ക് പോർഷൻ ഉണ്ട്, ടെയിൽ റീജിയൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്. ഈ ക്യാപ്സ്യൂൾ പോലേക്ക് നമ്മളുള്ള ഹെഡ് പോർഷനകത്താണ് അതിൻ്റെ പ്രോട്ടീനീഷ്യസ് പാർട്ടും ജീനോമിക് പാർട്ടൊക്കെ വരുന്നത്. നെക്സ്റ്റ് സം വൈറൽ സ്ട്രക്ചേഴ്സ്. 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഞാൻ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെലിക്കൽ സ്ട്രക്ചർ, ഐസോസഹീഡ്രൽ സ്ട്രക്ചർ, കോംപ്ലക്സ് സ്ട്രക്ചർ. ഈ ഐസോസഹീഡ്രൽ സ്ട്രക്ചർ നമുക്ക് അതർവൈസ് ഒരു റൗണ്ട് ഷേപ്പ് സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് വിളിക്കാം അതിനെ. അപ്പോൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെലിക്കൽ മോഡലുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടൊബാക്കോ മൊസാക്ക് വൈറസ്. നമ്മൾ ആദ്യം പറഞ്ഞു ടൊബാക്കോ മൊസാക്ക് വൈറസ് TMV. അപ്പോൾ അതൊരു സ്പൈറൽ പ്രോട്ടീനാണ്. ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്പൈറൽ ഷേപ്പിൽ കുറച്ച് പ്രോട്ടീൻസും ഒക്കെ വരുന്ന ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ് TMVക്ക് വരുന്നത്. ഇത് പ്ലാന്റ്സിനെ ലീഫിലൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ്. നെക്സ്റ്റ് ഐസോസഹീഡ്രൽ സ്ട്രക്ചർ. അഡിനോ വൈറസാണ് അതിന് എക്സാമ്പിൾ. അഡിനോ എന്ന് പറയുമ്പോൾ ഒരു RNA ടൈപ്പ് വൈറസാണ്. അഡിനോ നമുക്കറിയാം, അഡിനോ വൈറസ്, റൈനോ വൈറസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അഡിനോ വൈറസ് ഐസോഹീഡ്രൽ സ്ട്രക്ചർ, റൗണ്ട് ഷേപ്ഡ് സ്ട്രക്ചറാണ് വരുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് സ്ട്രക്ചറാണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻസൈംസും കുറച്ചുകൂടെ സ്ട്രക്ചർ കോംപ്ലക്സ് ആയിട്ട് വരുന്നതാണ് പേര് വന്നിട്ടുള്ളത്. എക്സാമ്പിൾ ഇൻഫ്ലുവൻസ. അതിൻ്റെ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് പിക്ചർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. നെക്സ്റ്റ് വൈറൽ ഷേപ്സ്. സ്പെറിക്കൽ ഷേപ്പുണ്ട്, റോഡ് ഷേപ്പുണ്ട്, ഫിലമെൻ്റ് ഷേപ്പുണ്ട്, വേറെയും പലതരത്തിലുള്ള ഷേപ്സ് ഉണ്ട്. മെയിനായിട്ട് വരുന്നതാണിത്. സ്പെറിക്കൽ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഹെർപ്പസ് വൈറസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഹെർപ്പസ് വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു ബ്ലിസ്റ്റേഴ്സ് പോലെ സ്കിന്നിൽ പ്രസൻ്റ് ആവുന്ന ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഹെർപ്പസ് വൈറസ് ഒരു എക്സാമ്പിൾ. ഹെർപ്പസ് ബ്ലിസ്റ്റേഴ്സ് സ്കിന്നിൽ ഫോം ചെയ്യിക്കും. ഹെർപ്പസ് എന്ന് പറഞ്ഞ ഒരു ഹാർംഫുൾ ആയിട്ടുള്ള വൈറസാണ്. നെക്സ്റ്റ് റോഡ് ഷേപ്ഡ് വൈറസ്, ടൊബാക്കോ മൊസാക്ക് വൈറസ്.
അടുത്തത് ഫിലമെൻ്റസ് വൈറസ് ആണ്. എക്സാമ്പിൾ എബോള വൈറസ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എബോള വൈറസ്. അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വൈറസിൻ്റെ സ്ട്രക്ചറാണ്. സൈഡിൽ സ്പൈക്സും ഗ്ലൈക്കോപ്രോട്ടീൻസും, അതിൻ്റെ സെൻറ്ററിൽ ഒരു കോർ പോർഷൻ, ഗ്ലൈക്കോപ്രോട്ടീൻസ്, RNA ജീനോമിക് പോർഷൻ, ക്യാപ്സിഡ് റീജിയൻസ്, അതിൻ്റെ എൻവലപ്പ്, അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് വൈറസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്